ലോകകപ്പ് വിസ്മയങ്ങൾ എക്കാലവും വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. അനവധി ദേശക്കാർ, വേഷക്കാർ, ജാതിമത വർണ്ണങ്ങൾക്കപ്പുറം ഒരേ ലക്ഷ്യത്തിനു വേണ്ടി പന്ത് തട്ടുന്ന മഹത്തായ വേദി. വർണ്ണവെറിക്കും വിവേചനത്തിനും ഇടം നൽകാത്ത വേൾഡ് കപ്പ് മൈതാനങ്ങളെ തീപിടിപ്പിച്ച, തുടർച്ചയായി 2 ലോകകപ്പിനെയും വിറപ്പിച്ച ഒരു 25-കാരനുണ്ട്. കാമറൂൺ ദേശീയ ടീമിനായി കളിക്കാൻ അതിയായി ആഗ്രഹിച്ച് ഒടുവിൽ ഫ്രാൻസിന്റെ നീലക്കുപ്പായം അണിയാൻ നിർബന്ധിതനായ ഒരു കൗമാരക്കാരൻ. റഷ്യയിലെ തന്റെ ആദ്യ വേൾഡ് കപ്പിൽ തന്നെ ലോകം അയാളെ ശ്രദ്ധിച്ചു തുടങ്ങിയതാണ്. അർജന്റീനയുടെ മെഷറാനോയെ ഓടിത്തോൽപ്പിച്ച് ബോക്സിലേക്ക് ഓടിക്കയറിയ ആ ടീനേജുകാരനെ ലോകം അത്ഭുതത്തോടെ വീക്ഷിച്ചതാണ്. മുമ്പിൽ നിലയുറച്ച മാർക്കോസ് റോഹോയും എംബാപ്പയുടെ സ്പീഡി മൂവ്മെന്റിന് മുമ്പിൽ പരാജിതനായതോടെ നിസ്സഹായനായ മട്ടിൽ ആ പയ്യനോ റോഹോ നിലത്ത് പിടിച്ചിടുന്നുണ്ട്. ലോകകപ്പിലെ നിലയ്ക്കാത്ത പടയോട്ടം കോട്ട കെട്ടി കാത്തിരുന്ന എതിരാളികൾ പലതും ആ കൗമാരക്കാരന് മുമ്പിൽ തകർന്നടിയുന്നുണ്ട്. ബ്രസീലിയൻ ഇതിഹാസം സാക്ഷാൽ പെലെക്കു ശേഷം ലോകകപ്പ് ഫൈനലിൽ ഗോൾ നേടുന്ന ടീനേജുകാരെന്ന ബഹുമതിയും റഷ്യയിലെ ഏറ്റവും മികച്ച യുവതാരമെന്ന ഖ്യാതിയും അയാൾ ടീമിനോടൊപ്പം നേടുകയുണ്ടായി. ഫ്രാൻസിലേക്കുള്ള കടന്നുവരവ് ഗംഭീരമാക്കി വർഷങ്ങൾക്ക് ശേഷം ആ കനക കിരീടത്തിൽ ഫ്രാൻസിന്റെ കാലാൾപ്പട മുത്തമിട്ടപ്പോൾ എംബാപ്പ എന്ന യുവതാരത്തിന്റെ മൂല്യം ഇരട്ടിയായി വർദ്ധിക്കുകയായിരുന്നു. വരുംകാല ഫുട്ബോളിൽ ഫ്രാൻസിന്റെ നേട്ടങ്ങൾക്ക് തേര് തെളിക്കുന്നവനാണെന്നും ഫ്യൂച്ചർ ഓഫ് ഫുട്ബോൾ എന്നും ലോകം അയാളെ വാഴ്ത്തിപ്പാടി. വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു വേൾഡ് കപ്പിന് കൂടി ലോക ഫുട്ബോൾ സാക്ഷിയായി. 4 വർഷത്തിലൊരിക്കലെത്തുന്ന ആരവത്തിന് ഇത്തവണ ഖത്തർ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ബ്രസീലും അർജന്റീനയും പോർച്ചുഗലും ഫ്രാൻസും ഇംഗ്ലണ്ടും അടങ്ങുന്ന വമ്പന്മാർ അണിനിരന്ന ലോകകപ്പിൽ അട്ടിമറികൾ പലതും കണ്ട് ഒടുക്കം ഫൈനലിൽ അർജന്റീനയും ഫ്രാൻസും തമ്മിലുള്ള മത്സരത്തിനായി ലുസൈലും സജ്ജമായിരിക്കുന്നു. 2018 ആ ഗോൾഡൻ ബോയ് ഇന്ന് 23-കാരനാണ്. ഫ്രാൻസിന്റെ നിരയിലെ പ്രധാനികളിൽ ഒരാളായി ഇന്നും അയാൾ ടീമിനോടൊപ്പമുണ്ട്. തുടർച്ചയായി 2ാം ഫൈനലിനായി എംബാപ്പയും മൈതാനത്തേക്കെത്തി. ലയണൽ മെസ്സിയുടെ വിശ്വരൂപം കണ്ട ടൂർണമെന്റിന്റെ ഫൈനലിൽ 19 മിനിറ്റോളം ഫ്രാൻസും എംബാപ്പയും നടത്തുന്ന ഗോൾ ശ്രമങ്ങളെ അർജന്റീൻ പ്രതിരോധവും എമി മാർട്ടിനസും ചേർന്ന് ഇല്ലാതാക്കുമ്പോൾ നേരിടേണ്ട വെല്ലുവിളികളെക്കുറിച്ച് ഒരിക്കൽ പോലും മെസ്സിയും കൂട്ടരും ചിന്തിച്ചു കാണില്ല. 2 ഗോളിന്റെ ലീഡിൽ അനായാസം ലോക ചാമ്പ്യൻസ് ആവാനുള്ള മോഹം തല്ലിക്കെടുത്തുമെന്നതും ഒരു ആൽബിസ് സെലസ്റ്റൻ ആരാധകനും ആഗ്രഹിച്ചതല്ല. 80 മിനിറ്റ് വരെ അർജന്റീനയുടെ ആധിപത്യത്തിൽ മത്സരം പുരോഗമിച്ച സമയം 82-ലേക്കടുത്തപ്പോൾ ഫ്രാൻസ് 2 ഗോളുകൾ തിരിച്ചടിച്ച് എംബാപ്പെ മത്സരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ അയാളെ എങ്ങനെയാണ് വർണ്ണിക്കാതിരിക്കുക? എക്സ്ട്രാ ടൈമിൽ ലീഡെടുത്ത അർജന്റീനക്ക് തകർപ്പൻ ഒരു ഹാട്രിക്കിലൂടെ മറുപടി നൽകിയ എംബാപ്പയെ എങ്ങനെയാണ് വാഴ്ത്താതിരിക്കുക? ഫ്രാൻസിനെയും എംബാപ്പയെയും എഴുതി തള്ളിയവർക്കുമേൽ ഒരു തീക്കനലായി അയാൾ വർഷിക്കുകയായിരുന്നു. എമി മാർട്ടിനസിന്റെ കരങ്ങളെ സ്പർശിച്ച് കടന്നുപോയ എംബാപ്പയുടെ ഷോട്ടുകൾ അക്ഷരാർത്ഥത്തിൽ നമ്മെ ഞെട്ടിച്ചു കളഞ്ഞു. പൂർണ്ണമായും തകർച്ചയിലേക്ക് കൂപ്പുകുത്തുന്ന അർജന്റീനയുടെ മേധാവിത്വം മാത്രം പ്രകടമായ ഫ്രാൻസ് ആരാധകർക്ക് ആഘോഷിക്കാൻ വകയില്ലാത്ത മത്സരത്തെ മറ്റൊരു തലത്തിലേക്കെത്തിച്ച ഫ്രാൻസിന്റെ ഗ്ലാഡിയേറ്ററായിരുന്നു അയാൾ. ലയണൽ മെസ്സി ലോകത്തിന്റെ നെറുകയിലേക്ക് നടന്നു കയറുമ്പോൾ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ഗോൾ വേട്ടക്കാരനായി എംബാപ്പ മാറിയിരുന്നു. എല്ലാം അവസാനിച്ചു എന്ന് കരുതിയെടുത്ത് പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും വക നൽകിയ എംബാപ്പയുടെ ലോകകപ്പ് പ്രകടനം ഫുട്ബോൾ എന്ന ഗോളം ലോകത്തുരുളുന്ന കാലത്തോളം സ്മരിക്കപ്പെടും. അയാളുടെ നേട്ടങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടും. ഫ്രാൻസ് എംബാപ്പയിലൂടെ ഇനിയും കിരീടങ്ങൾ ചൂടും. അയാളിലൂടെ ചരിത്രം രചിക്കും.